ഗുഡ് മോർണിംഗ് ആ ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ. ഡോക്ടർ ഇരിക്കൂ. ഡോക്ടർ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ 10th പഠിക്കുന്ന ഒരു എബിയെ കുറിച്ച്? ഓ മനസ്സിലായി, ഡോക്ടർ നെയ്ബറാണെന്ന് പറഞ്ഞ. യെസ്, അവന്റെ പേരൻസ്. തോമസേ, കാര്യങ്ങളൊക്കെ ഡോക്ടറോട് തുറന്നു പറയണം. അതിനൊരു മടിയും വേണ്ട. ഓക്കെ? ഉം. എന്നാ ഞാനങ്ങോട്ട്. ഓക്കെ, സീ യു. ഇരിക്കൂ. പറഞ്ഞോളൂ, എന്താ മോൻ്റെ പ്രശ്നം? മോൻ ഈയിടെയായിട്ട് പഠിത്ത കാര്യങ്ങളിലൊന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല ഡോക്ടറെ. എപ്പോഴും ഒരേ ആലോചനയില്ല. നേരത്തിന് ആഹാരം കഴിക്കുന്നില്ല, ഒന്നുമില്ല. ഉം, എന്തേലും പറഞ്ഞാൽ ഉടനെ അവന് ദേഷ്യം വരും. പിന്നെ ഒച്ചപ്പാടും ബഹളവും, എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങിയിരുന്നവനാ. ഇപ്പം എല്ലാത്തിനും 10ഉം 12ഉം ഒക്കെ ഉള്ളൂ ഡോക്ടറെ. ഉം. ഈ മാറ്റം കണ്ടു തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 2-3 മാസമായി. ഉം. അവൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ എങ്ങനെയാ? അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. സ്കൂൾ വിട്ട് സമയത്തിനൊക്കെ വീട്ടിലെത്താറുണ്ടോ? ജോലി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ വൈകും. അതുകൊണ്ട് എപ്പോഴാ വരുന്നതെന്ന് നിങ്ങൾ അറിയാറില്ല. സ്കൂളിൽ ടീച്ചർമാരോട് നീ വിഷയം സംസാരിച്ചില്ലേ? സംസാരിച്ചില്ല. സ്കൂളുകാരോട് പറയാൻ ഒരു പേടി. എന്തിനാ പേടിക്കുന്നത്? കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയമുണ്ടായാൽ അവരോട് പറയണ്ടേ? ഉള്ളത് പറയാലോ ഡോക്ടറെ. ഞങ്ങൾക്കിപ്പോൾ അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ പേടിയാ. കഴിഞ്ഞ ദിവസം അവൻ എന്നെ തല്ലാൻ വരെ വന്നു. നിങ്ങൾ എന്തായാലും വിഷമിക്കണ്ട. നാളെ കുട്ടിയെ ഒന്ന് കൊണ്ടുവരൂ. ഉം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തിരുന്നോളൂ. ഉം. യബി, ഇരിക്കൂ. യബിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? യബി രാവിലെ എന്താ കഴിച്ചത്? ഒന്നും കഴിച്ചില്ല. അതെന്താ? വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്തത്? യബി എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങിയിരുന്ന സ്റ്റുഡൻ്റ് അല്ലേ? ഇപ്പം എന്ത് പറ്റി? പഠിക്കാൻ സമയം കിട്ടുന്നില്ലേ? യബിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ? അരുൺ, വിപിൻ, ജോഷി കുര്യൻ. അവരൊക്കെ എങ്ങനെയാ? നന്നായി പഠിക്കുമോ? ആ. അവരുമായിട്ട് പിണക്കം വല്ലതുമുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ ആരൊക്കെയാ യബിയുടെ സ്കൂളിന് പുറത്തുള്ള ഫ്രണ്ട്സ്? നോക്കൂ, യബിക്ക് എന്ത് മനപ്രയാസം ഉണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാം. ഒരു ഫ്രണ്ടിനോടെന്ന പോലെ പറയാം. ഞാനത് ആരോടും പറയില്ല. യബി കുട്ടിയല്ലേ, പഠിച്ച് മിടുക്കനായി ഏതൊക്കെ നിലയിലെത്തേണ്ട ആളാ. എന്നിട്ട് വേണ്ടേ അച്ഛനെ അമ്മയെ നോക്കാൻ? അവരിപ്പോൾ കഷ്ടപ്പെടുന്നത് മുഴുവൻ യബിക്ക് വേണ്ടിയല്ലേ? അവരെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ യബി? ആഹാ, യബി എന്തിനാ കരയുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, യബിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പുറത്തുള്ള ഫ്രണ്ട്സാണോ എബിയുടെ പ്രശ്നം? ആരാ അത്? ഫ്രാങ്കോ. അയാളെന്നെ കൊല്ലൂന്ന് പറഞ്ഞു. ഓ, അതയാൾ പേടിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. അതോർത്ത് മോൻ വിഷമിക്കണ്ട. പക്ഷേ അയാൾ ആരാ, എങ്ങനെയാ കൂട്ടായത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിത് ഈസിയായി സോൾവ് ചെയ്യാം. രവിക്ക് പഴയ പോലെ മിടുക്കനായിട്ട് പഠിക്കാനും പറ്റും. പറഞ്ഞോളൂ.
ചേട്ടാ കോൺവെന്റ്. ആ കയറിക്കോ. പേരെന്താ? മോന്റെ പേരെന്താ? എബി. എബി. ഹലോ, ഞാൻ ഓൺ ദ വേയാ. ഞാൻ ഇപ്പം എത്തും. സെറ്റപ്പൊക്കെ റെഡിയല്ലേ? ഓക്കെ ഓക്കെ ബൈ. എബി ഏത് ക്ലാസ്സിലാ? 10th. എങ്ങനെയാ, നല്ലോണം പഠിക്കോ? ആ ക്ലാസ്സിൽ ഫസ്റ്റാ. ആഹാ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ. അച്ഛൻ എന്ത് ചെയ്യുന്നു? കൂലിപ്പണിയാ. അമ്മയോ? ഒരു ലേഡീസ് സ്റ്റോറിൽ പോകുന്നു. ചേട്ടാ കോൺവെന്റ്. എബി, എന്തുണ്ട് വിശേഷം? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അത് ശരി. ഇന്നലെ ഇപ്പൊ ഞാൻ ഗിഫ്റ്റ് തന്നത് മറന്നോ? ഓ സോറി, ഹെൽമെറ്റ് വെച്ചോണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. കൊള്ളാം, നല്ല കക്ഷി. ഒരു മിനിറ്റ്. ആ ഹലോ, എടാ ആന്റണി. ആ എത്തി. ഒരു 10 മിനിറ്റ്. എബിക്ക് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല. ഒരു 2 മിനിറ്റ്. അച്ഛനെങ്ങനെയാ? ഓടിക്കോ? മദ്യം വലിക്കോ? ആ എബി വലിക്കുവോ? എനിക്കിഷ്ടമല്ല. ഈ ബീഡി കണ്ടോ? ഇത് വലിച്ച ഒരു പ്രത്യേക സുഖ. ഒന്ന് ട്രൈ ചെയ്യുന്നോ? എനിക്ക് വേണ്ട, പോവാം. പിന്നെന്താ, പോയി കളയാം. ബീഡി വേണ്ടെങ്കിൽ വേറൊരു സാധനമുണ്ട്. ഇത് കഴിക്കണതിൽ കുഴപ്പമില്ലല്ലോ. ചോക്ലേറ്റ് അല്ലേ? ഗുഡ്. ഇതെങ്ങോട്ടാ നമ്മൾ പോണേ? ഇങ്ങോട്ട് വാടകർക്കാ. പിന്നെ നമുക്കിന്നൊരു പുതിയ ഗസ്റ്റ് ഉണ്ട്. വെൽക്കം വെൽക്കം. ഞങ്ങളുടെ സംഗീതത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇരിക്കൂ. ഇരിക്കടാ, ഇത് നമ്മുടെ സ്വന്തം സ്ഥല. എങ്ങനെയാ, കഴിക്കല്ലേ അതോ വലി മതിയോ? 2 വൻ പഠിച്ചിട്ട് വേണം അല്ലേ ബി? അതിന് ഇപ്പോഴത്തെ വലിയ സമയം വല്ലോ വേണോ? പിന്നല്ലാതെ. എടാ, നീ എന്നെ കണ്ടിട്ടുണ്ട? ഇല്ല. നമ്മൾ ഒരേ സ്കൂളിലാ. ഞാൻ +2, കുറച്ച് സീനിയറാ. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യം ഇവിടെ കൊണ്ട് തീർന്നോളണം. അവിടെ ഇവിടെ ചെന്ന് പറഞ്ഞാണ്ടല്ല, അടിച്ച് ജയിപ്പാറ്റിക്കളെ. ഏയ്, അവൻ അങ്ങനൊന്നും ചെയ്യില്ലടാ. ചെയ്താൽ അവനെ നമ്മൾ കൊന്ന് കുഴിച്ചു മൂടില്ലേ അല്ലേ ബി? അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്നതല്ലേ, വെൽക്കം ഡ്രിങ്ക് വേണ്ട, നമുക്കൊരു ക്യാപ്സ്യൂൾ ആവാം. പിന്നെ പലതിലൊക്കെ മാറാമല്ലോ.
തുടക്കത്തിൽ ഇത് മതി, സ്റ്റാർട്ടിങ് ട്രബിൾ വേണ്ട. എന്നാ പിന്നെ അത് മതി. എടുക്കടാ. എനിക്ക് വേണ്ട, ഞാൻ പോവാ. എന്നാ, കൊടു. ഇട്ട് കൊടുക്കാൻ ഒടുവിൽ എന്താ സംഭവിച്ചെന്നറിയോ നിങ്ങൾക്ക്? എബിയുടെ സഹായത്തോടെ തന്നെ ഫ്രാങ്കോ എന്നാളെ കണ്ടെത്തുകയും ആ സംഘത്തിലെ മുഴുവൻ പേരെയും പിടിച്ച് പോലീസിലേൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എബി എന്ന് പറയുന്ന വിദ്യാർത്ഥി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ടും ഡ്രഗ്സ് ഉപയോഗത്തിൻ്റെ തുടക്കമായതുകൊണ്ടും നമുക്കവനെ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ തുറന്നു പറയാത്ത എത്രയോ കുട്ടികളുണ്ട് നമുക്കിടയിൽ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുട്ടികളെ ഇത്തരം താല്പര്യങ്ങളിലേക്ക് നയിക്കുന്നതിൽ സ്വന്തം വീടും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്നാലും കുട്ടികളുടെ മുന്നിൽ വെച്ച് മദ്യപിക്കുകയും പുകവലിക്കുകയും പാൻ പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന എത്രയോ പിതാക്കളും സഹോദരങ്ങളുമുണ്ട് നമുക്കിടയിൽ. നിങ്ങൾക്കറിയാവോ, ഇന്ത്യയിൽ 15 വയസ്സിൽ താഴെയുള്ള 3 ലക്ഷത്തോളം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളാണ്. ലഹരി കലർന്ന മിഠായികൾ, അരിഷ്ടം, ഗ്ലൂ, പെയിൻറ്റ്, ഷാംപൂ, ആഫ്റ്റർ ഷേവ്, വൈറ്റ്നർ, ക്ലീനിങ് സൊല്യൂഷൻ, ഇൻഹെയിലർ, സ്റ്റാമ്പ്, എന്തിന് പെട്രോൾ മണപ്പിച്ചവരെ ലഹരി കണ്ടെത്തുന്നു എന്നാണ് പുതിയ അറിവ്. പ്രതിവർഷം 30,000 ആത്മഹത്യാശ്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുമാത്രമല്ല, വാഹനാപകടങ്ങൾ, മോഷണം, പിടിച്ചുപറി, സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങളും പെരുകി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ICMRന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 1,60,000 ക്യാൻസർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4.5 ലക്ഷം ഹൃദ്രോഗബാധിതർ, കരൾ രോഗം ബാധിച്ചവർ 4 ലക്ഷം. സിറിഞ്ച് കൊണ്ടുള്ള ഡ്രഗ്സ് ഉപയോഗത്താൽ 21% പേർ HIV ബാധിതരാകുന്നുമുണ്ട്. ലഹരി ഉപയോഗിച്ചാൽ സ്വർഗം കാണാം എന്നൊക്കെ പറയുന്നവർ ഒടുവിലെത്തിപ്പെടുന്നത് ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കും മാരകമായ രോഗങ്ങളിലേക്കും അതുവഴി മരണത്തിലേക്കുമാണ്. അതുകൊണ്ട് അധ്യാപകരായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പാഠപുസ്തകം പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരധ്യാപകൻ്റെ കർത്തവ്യം. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടിയെയും നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിക്കണം. അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ദേഷ്യം, നിരാശ, പഠനത്തോടുള്ള താല്പര്യക്കുറവ്, അശ്രദ്ധ, ഒരേ ചിന്ത, കൂട്ടുകാരിൽ നിന്നും അകലുവാനുള്ള താല്പര്യം എന്നു തുടങ്ങി അവരുടെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടയ്ക്കൊക്കെ ഉത്തരവാദപ്പെട്ട ഡോക്ടർമാരുടെ സേവനങ്ങൾ തേടാം. യൂണിഫോമിട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സ്കൂളിലേക്ക് കൊണ്ടുവരാം. ഈ 2 കൂട്ടരുടെയും കുട്ടികളോടുള്ള സമീപനം കൊണ്ട് ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവും കുറ്റവാസനയുള്ളവരായ കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാൻ അവസരം കിട്ടുന്നതിലൂടെ ആരോഗ്യമുള്ള നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പഠനം മാത്രമാണ്. നിങ്ങളെ വഴിതെറ്റിക്കാനും നിങ്ങളുടെ ജീവിതം തകർക്കുവാനും മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായി പലരും നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകണം. കാരണം നാളത്തെ സമൂഹം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികളായ നിങ്ങളുടെ കൈകളിലാണ്. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ എൻ്റെ സ്കൂളിനെ ലഹരി വിമുക്തമാക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു.